السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഇസ്സത്തോടെ ഈമാനോടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അനേകം ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. പ്രത്യേകിച്ച് ഒരു നവജാത ശിശു, ഒരു കുട്ടി, ചെറിയ പ്രായമാണ്. ICUവിൽ 90 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ICUവിലാണ്, ആശുപത്രിയിൽ പ്രയാസത്തിലാണ്. അള്ളാഹു ആ കുട്ടിക്ക് പൂർണ്ണമായ ഷിഫായിനെ, ആജിലായ ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മളെയും കുടുംബത്തെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ ഒരുപാട് ആഴ്ചകളുടെ കൂടിയാലോചനകളുടെയും ചർച്ചകളുടെയും ഒക്കെ ഫലമായി നമ്മുടെ മഹല്ലിൽ ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഇന്ന് നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും, നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളും കുട്ടികളും യുവാക്കളും എല്ലാവരും ആ പരിപാടിയിൽ സംബന്ധിക്കേണ്ടതുണ്ട്. കച്ചവടക്കാരും മറ്റു തൊഴിലുകൾ ചെയ്യുന്ന എല്ലാ ആളുകളും ആ പരിപാടിയിൽ സംബന്ധിക്കണം. വളരെ പ്രഗത്ഭനും പ്രസിദ്ധനുമായ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ ഫിലിപ്പ് മമ്പാട് എന്ന വ്യക്തിയാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേരുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷകരമായ കാര്യമൊന്നുമല്ല. ഒരു ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് നമ്മുടെ നാടിൻ്റെ മാത്രം അവസ്ഥയല്ല, എല്ലാ പ്രദേശങ്ങളും ഇങ്ങനെ തന്നെയാണ്. കേരളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലൊക്കെയും ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ സംഘടിപ്പിക്കേണ്ട, ബോധവൽക്കരണം നടത്തേണ്ട ഒരു ഗതികേടിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ നല്ല വഅദിൻ്റെ സദസ്സുകളും തഖ്വയും ഭക്തിയും ഒക്കെ ഉണ്ടാക്കുന്ന മജ്ലിസുകളാണ് നമ്മൾ ഇതുപോലെ ഇശാ മഗ്രിബിൻ്റെ ഇടയിലൊക്കെ നമ്മൾ സംഘടിപ്പിച്ചിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതുപോലെയുള്ള വളരെ മുസ്ലിം സമൂഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അവർ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ നിരന്തരമായി ബോധവൽക്കരണങ്ങളിലൂടെ, വ്യക്തിഗതമായ പ്രബോധനങ്ങളിലൂടെ, കുടുംബ സംഗമങ്ങളിലൂടെയൊക്കെ പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാടുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ലഹരിയിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിച്ചെടുക്കുക എന്നത്, ഒരു പ്രദേശത്തെ മോചിപ്പിച്ചെടുക്കുക എന്നതൊരു വൈയക്തികമായ ബാധ്യതയായിട്ടാണ് എല്ലാവരും കാണേണ്ടത്. ലഹരി മാത്രമല്ല, എന്തുകൊണ്ടാണ് ആളുകൾ ലഹരിയെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ലഹരിയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും മദ്യത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി അങ്ങനെ ഒരു ജാഗ്രത അറിയിക്കുകയും ചെയ്യാത്തത്? നിർലോഭമായി മദ്യം വിതരണം ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ മറ്റൊന്നാണ്, ഒരു നാടിൻ്റെ താല്പര്യങ്ങൾ മറ്റൊന്നാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ താല്പര്യമുണ്ടാകേണ്ടത് ലഹരിയാണെങ്കിലും ലഹരി എന്ന് പറയുന്ന പദത്തിനുള്ളിൽ മദ്യവും ലഹരിയാണ്. എല്ലാം ഒരു മനുഷ്യൻ്റെ സ്വൈര്യമായ സ്വസ്ഥമായ ജീവിതത്തെ തകർക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ലഹരിയാണ്. മദ്യം ലഹരിയാണ്, ചൂതാട്ടം ലഹരിയാണ്. നമ്മുടെ നാടുകളിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി മരുന്നിൻ്റെ ഉപയോഗം എന്ന പേരിൽ പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന മരുന്നുകളൊക്കെയും ലഹരിയാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന അങ്ങാടികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ആഘോഷങ്ങളും ലഹരിയാണ്. ഈ ലഹരികളൊന്നും തന്നെ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നാടിനോ നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. ഒരു വിശ്വാസി എന്ന നിലക്ക് ഇതിനെ പ്രത്യേകം ഏതെങ്കിലും ഒരു ലഹരി പദാർത്ഥത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബോധവൽക്കരണമല്ല നമ്മൾ താല്പര്യപ്പെടുന്നതും ഉദ്ദേശിക്കുന്നതും. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്കറിയാമല്ലോ, പ്രണയം എന്ന് പറയുന്ന
പ്രണയത്തിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികൾ അകപ്പെട്ടു പോകുന്ന മാനസികമായ സമ്മർദ്ദങ്ങൾ, അതും ഒരു ലഹരിയാണ്. ഒരു കുട്ടിയുടെ നല്ല പ്രായത്തിൽ, ആലോചനാ പ്രായത്തിൽ, നല്ല പഠനവും ചിന്താശേഷിയും നല്ല പക്വതയും കൈവരിക്കേണ്ട പ്രായത്തിൽ ആ കുട്ടിയുടെ മനസ്സിനെ മറ്റാർക്കോ വേണ്ടി അടിമപ്പെടുത്തുന്ന ദയനീയമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ലഹരിയാണ് ഇതെല്ലാം. ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ പ്രത്യേകമായ ചില ശേഷികളുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഗുണത്തിലേക്ക് ഉയരണമെങ്കിൽ അവനിൽ പ്രധാനമായി 4 ഗുണങ്ങൾ അവനിൽ ഉണ്ടാകണം. ഒന്നാമത്, അവന് നല്ല പക്വതയോടുകൂടി ഇടപെടാനുള്ള ശേഷിയാണ്. എല്ലാ കാര്യങ്ങളിലും പക്വത കൈവരിക്കാൻ കഴിയണം. രണ്ടാമത്, അവന് പവിത്രതയുണ്ടാകണം. സാമ്പത്തിക പവിത്രത, ലൈംഗിക പവിത്രത, അവൻ്റെ സ്വകാര്യ ജീവിതവും രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും പവിത്രമായ ജീവിതങ്ങളായിരിക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിൽ നീതി ഉണ്ടായിരിക്കണം, അതിലുണ്ടായിരിക്കണം. അദലും ഹിക്മത്തും ഷജാഅത്തും, ധൈര്യതയുണ്ടായിരിക്കണം. ധീരത എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അല്ലാഹു തആല നൽകിയിട്ടുള്ള സവിശേഷമായ ഒരു ശേഷിയാണ്. അത് ആവശ്യമുള്ള അളവിൽ ഉപയോഗിക്കേണ്ടതാണ്. എന്താണ് ഒരു മനുഷ്യന്റെ ധീരത എന്ന് പറയുന്നത്? നമ്മുടെ കുട്ടികൾക്ക് ധൈര്യത്തെ നമ്മൾ പകർന്നു കൊടുക്കണം. എന്താണ് ധീരത? താൻ പോകുന്ന സ്ഥാപനത്തിലോ സഞ്ചരിക്കുന്ന വാഹനത്തിലോ ഏതെങ്കിലും സ്വകാര്യമായ ഇടങ്ങളിലോ തൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്താൻ ആരെങ്കിലും സമീപിക്കുമ്പോൾ അതിനെതിരെ ധൈര്യസമേതം പ്രതികരിക്കുവാനുള്ള കരുത്താർജിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധ്യമാകണം. തങ്ങളുടെ കുടുംബത്തോട്, രക്ഷിതാക്കളോട് വന്നിട്ട് മോശം പെരുമാറ്റത്തെക്കുറിച്ച് പരാതിപ്പെടാൻ കുട്ടികൾക്കുള്ളിൽ ധൈര്യമുണ്ടായിരിക്കണം. അതാണ് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ധീരത എന്ന് പറയുന്നത്. ആ ധീരതയെ അനാവശ്യ സ്ഥലങ്ങളിൽ അനാവശ്യമായി ഉപയോഗപ്പെടുത്തുന്നവൻ മനുഷ്യനല്ല. ഈ മാനവികതയുടെ ഗുണങ്ങൾ ഒരാളിൽ സമ്മേളിക്കുമ്പോൾ മാത്രമാണ് അവനെക്കുറിച്ച് മനുഷ്യനെന്ന് പറയാൻ പറ്റൂ. തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് ഈ സ്വഭാവ ഗുണങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തിയ മനുഷ്യൻ. അൽ ഇൻസാനുൽ കാമിൽ, പരിപൂർണ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് നബി തങ്ങളെ മാത്രമാണ്. വേറെ ഒരാളെയും നമുക്ക് പരിപൂർണ മനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് പറയാറുണ്ടല്ലോ, എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട്, എനിക്ക് ഭ്രാന്ത് വന്നാൽ എന്നെ തന്നെ പിടിച്ചാൽ കിട്ടൂല എന്ന് നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ സ്വഭാവ ശേഷികളിൽ പോലും, നമ്മളുടെ സ്വഭാവ പ്രകടനങ്ങളിൽ പോലും ഭ്രാന്തമായ സ്വഭാവങ്ങൾ, മൃഗീയമായ സ്വഭാവങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഇടപെടലുകളിൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയണം. ഗസാലി ഇമാം പറയുന്നുണ്ട്, കോപം എന്ന് പറയുന്ന ഒരു ശേഷിയെ അള്ളാഹു ഒരു മനുഷ്യന് നൽകിയിട്ടുണ്ട്. കോപം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ഗുണമൊന്നുമല്ല, അത് അള്ളാഹു തആല നൽകിയിട്ടുള്ള നല്ലൊരു വിശേഷണമാണ്. പക്ഷെ അത് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ, ആവശ്യമുള്ള അളവിലാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ എൻ്റെ കോപം ചെലവഴിക്കേണ്ടത്, എനിക്ക് കോപിക്കാൻ അള്ളാഹു കഴിവ് നൽകിയതിന് ഞാൻ ചെലവഴിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ കോപിക്കുമ്പോൾ അതൊരിക്കലും എൻ്റെ ഈറ തീർക്കാനാകില്ല, എൻ്റെ മനസ്സിലെ വ്യത തീർക്കാനാകില്ല, എനിക്ക് മറ്റാരോട് ഉള്ള പക തീർക്കാനാകില്ല. കുട്ടികളോട് ഞാൻ ശാസിക്കുമ്പോൾ ആ ശാസനയുടെ അളവ് അവൻ്റെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകുന്ന അസമയം വരെ മാത്രമേ ആകാൻ പാടുള്ളൂ. എനിക്കവനോടുള്ള ഈറ തീർക്കാൻ, എനിക്കവനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയാകരുത് ഞാൻ അവനോട് കോപിക്കേണ്ടത്. ഒരുപക്ഷെ ഒരു രക്ഷിതാവ്, ഒരു ഉപ്പ കുട്ടിയോട് കോപിക്കേണ്ടി വരില്ല. ഒന്ന് മുഖം കനപ്പിച്ച് നോക്കുന്നത് പോലും ആ കുട്ടിയിൽ കുറ്റബോധം ഉണ്ടാക്കുമെങ്കിൽ പിന്നെ അവനോട് കോപത്തിന്റെ വർത്തമാനം പറയരുത്. കോപമാണെങ്കിലും സ്നേഹമാണെങ്കിലും അതിൽ അതിൽ പാലിക്കണമെന്നാണ്, നീതി പാലിക്കണമെന്നാണ്. അതിൻ്റെ പരിധിക്കപ്പുറത്ത് അതിനെ ഉപയോഗിക്കാൻ പാടില്ല. ധീരതയാണെങ്കിലും പരിധിക്കപ്പുറത്ത് ഉപയോഗിക്കാൻ പാടില്ല. മനുഷ്യന്റെ ഹിക്മത്താണെങ്കിലും പരിധിക്കകത്ത് അപ്പുറത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഓരോ മനുഷ്യനും അവന്റെ ബുദ്ധിയെ, അവന്റെ ധിഷണയെ, അവന്റെ കഴിവിനെ, ചിന്താശേഷിയെ പരിധിക്കപ്പുറത്ത് ഉപയോഗിക്കുമ്പോഴാണ് നാട്ടിൽ വഞ്ചനയുണ്ടാകുന്നത്. വഞ്ചന എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അവന്റെ ബുദ്ധിയെ ഉപയോഗിക്കുമ്പോഴാണ് ഒരു കച്ചവടക്കാരൻ വഞ്ചകനാകുന്നത്. ഒരു കച്ചവടക്കാരന് മറ്റുള്ളവരെ ഏറ്റവും നന്നായി വഞ്ചിക്കാൻ, പറ്റിക്കാൻ കഴിയണമെങ്കിൽ, അവരെ തട്ടിപ്പിനിരയാക്കാൻ കഴിയണമെങ്കിൽ ഇവന്റെ ബുദ്ധി അവൻ കൂടുതൽ ഉപയോഗിക്കണം. അതും അവന്റെ ബുദ്ധിയാണ്, ചിന്തയാണ്, ശേഷിയാണ്. ഇസ്ലാം അവിടെ പറയുന്നത് നിന്റെ ബുദ്ധിയെ മിതമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. നിന്റെ ബുദ്ധിയെ ഒരു അതിർത്തിക്കുള്ളിലാണ് ഉപയോഗിക്കേണ്ടത്. ഏതാണ് അതിർത്തി? ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ അതിർത്തിയുണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കുള്ളിലാണ് മനുഷ്യന്റെ ബുദ്ധിയെ ഉപയോഗിക്കേണ്ടത്. ഞാൻ എൻ്റെ ബുദ്ധിയെ അമിതമായി ഉപയോഗിക്കുമ്പോൾ ആ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണ് എൻ്റെ പടച്ച റബ്ബിന്റെ കരത്തിലാണ് എന്ന ഓർമ്മ എനിക്കുണ്ടാകണം. അപ്പോൾ എനിക്കൊരാളെ വഞ്ചിക്കാൻ കഴിയില്ല. അപ്പോൾ എനിക്കൊരാൾക്ക്
മാറി വെക്കാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പേക്കൂത്തുകളും ലഹരിയും മറ്റനേകം ഇത്തരത്തിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ മനുഷ്യൻ ഓരോരുത്തരും അപരനെ വഞ്ചിക്കാൻ ഉപയോഗിക്കുകയാണ്. എൻ്റെ താല്പര്യം എനിക്ക് പണമുണ്ടാകണം എന്നത് മാത്രമാകരുത്. എൻ്റെ താല്പര്യം എനിക്ക് പണമുണ്ടാകണമെന്ന് മാത്രമായി കഴിഞ്ഞാൽ ആ പണം തന്നെയായിരിക്കും എന്നെ നശിപ്പിച്ചു കളയുക. ലോകത്തൊരു സമുദായത്തെയും പണം രക്ഷിച്ചിട്ടില്ല, ലോകത്തൊരു മനുഷ്യനെയും പണം രക്ഷിച്ചിട്ടില്ല, ലോകത്തൊരു കുടുംബത്തിലും പണം ശാന്തി ഉണ്ടാക്കിയിട്ടില്ല. പണമല്ല ശാന്തി ഉണ്ടാക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ മനോഭാവങ്ങളാണ്. എൻ്റെ ഹൃദയത്തിൽ അലിവായിരിക്കണം എൻ്റെ കുടുംബത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിലുള്ള ഈമാനും സ്ഥൈര്യവും എൻ്റെ ഹൃദയത്തിലുള്ള ഹിക്മത്തുമായിരിക്കണം എൻ്റെ വ്യക്തി ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കേണ്ടത്. വ്യക്തികളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ പറയുന്ന ബോധവൽക്കരണങ്ങൾ, ഇന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ കേൾക്കാൻ പോകുന്ന ബോധവൽക്കരണങ്ങൾ ഉണ്ടല്ലോ, ഞാനും നിങ്ങളും ഓരോരുത്തരും നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മളുടെ കുടുംബ ജീവിതത്തിൽ, നമ്മളുടെ സൗഹൃദ വലയങ്ങളിൽ ചെലവഴിക്കേണ്ട ഒന്നാണ്. കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ബോധവൽക്കരണം കൊണ്ട് തേഞ്ഞുമാഞ്ഞു പോകുന്ന അപജയങ്ങളല്ല നമ്മുടെ നാടുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. 24 മണിക്കൂറും എണ്ണയിട്ട യന്ത്രം പോലെ തർബിയത്തിന് വേണ്ടി സമയം ചെലവഴിച്ചാലും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്ത വിധം നമ്മുടെ നാടിനെ, നമ്മുടെ രാജ്യത്തെ കൂടുതൽ കൂടുതൽ അപകടങ്ങൾ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി കുടുംബങ്ങളിൽ നമ്മൾ ഈ ശ്രദ്ധയുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നമ്മൾ നരകത്തെ തൊട്ട് രക്ഷിക്കേണ്ടത് ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയുമാണ്. എൻ്റെ കുടുംബത്തെയും എന്നെയുമാണ് ഞാൻ ആദ്യം രക്ഷിക്കേണ്ടത്. എന്തുകൊണ്ട്? എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നതിന് മുമ്പ് നാട്ടുകാരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അള്ളാഹു എന്നെ നാളെ പിടികൂടുക തന്നെ ചെയ്യും. നിന്റെ ആശ്രിതരെ നീ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? നമ്മളുടെ കുടുംബങ്ങളിലാണ് ലഹരി മുക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ശരീരത്തിന്റെ ലഹരിക്ക് പകരം ആത്മീയതയുടെ ലഹരിയെ നുണയാൻ അവസരം കൊടുക്കണം. ശരീരത്തിന്റെ ഏതു ലഹരിയാണെങ്കിലും ആ ലഹരിക്ക് ഒരു പരിധിയുണ്ട്. ശരീരത്തിന്റെ ലഹരിക്ക് പരിധിയുണ്ട്. ഇമാമുമാർ പഠിപ്പിക്കുന്നത് കാണാം, മനുഷ്യന് രണ്ട് ഘടകങ്ങളെ കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്നവന്റെ ഈ കാണുന്ന ശരീരമാണ്, മറ്റൊന്നവന്റെ ആത്മാവാണ്. ശരീരവും ആത്മാവും കൂടിക്കലരുന്നതാണ് മനുഷ്യൻ. ശരീരത്തിനും ഭക്ഷണമുണ്ട്, ആത്മാവിനും ഭക്ഷണമുണ്ട്. ശരീരത്തിന് വളർച്ചയുണ്ട്, ആത്മാവിന് വളർച്ചയുണ്ട്. ശരീരത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡായ വളർച്ചയാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിന് വളരാൻ കഴിയില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക് അതിന് അന്നം സ്വീകരിക്കാൻ കഴിയില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക് വിഭവങ്ങളെ സ്വീകരിക്കാൻ ശരീരത്തിനെ കൊണ്ട് കഴിയില്ല. എന്നാൽ ആത്മാവെന്ന് പറയുന്നത് അങ്ങനെയല്ല. റൂഹിന് ഭക്ഷണമുണ്ട്, റൂഹിന് അന്നമുണ്ട്. ആ റൂഹിന്റെ അന്നം കൊടുക്കാൻ കഴിയണമെങ്കിൽ ശരീരത്തിന്റെ ഭക്ഷണം കുറയുമ്പോഴാണ് റൂഹിന്റെ അന്നം കൂടുന്നത്. ശരീരത്തിന്റെ ഭക്ഷണം കുറയ്ക്കുമ്പോഴാണ്, ശരീരത്തിന്റെ താല്പര്യങ്ങൾ കുറയ്ക്കുമ്പോഴാണ് റൂഹിന്റെ ആത്മാവിന്റെ ഭക്ഷണം കൂടുന്നത്. നമ്മൾ ആർക്കാണ് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത്? ശരീരത്തിനല്ല, ആത്മാവിനാണ് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത്. ആത്മാവാണ് നമ്മളെ നിയന്ത്രിക്കുക. ആത്മാവാണ് നമുക്ക് സ്വർഗമാണോ നരകമാണോ തരേണ്ടത് എന്ന് തീരുമാനിക്കുക. ആത്മാവിന്റെ ലഹരിയിലേക്കാണ്, ആത്മാവിന്റെ ലഹരിക്ക് ആവശ്യമായ വിഭവങ്ങളാണ് കൊടുക്കേണ്ടത്. ആത്മാവിന്റെ ലഹരി ഉണ്ടാക്കിയെടുക്കേണ്ടത് ദൈനംദിന ജീവിതങ്ങളിലൂടെയാണ്. ഉറക്കവും ഉണർച്ചയും ഭക്ഷണവും ഇരുത്തവും നടത്തവുമെല്ലാം ഇസ്ലാമികമായിരിക്കണം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിൽ സമ്പൂർണമായി ഇസ്ലാമീകരണത്തെ നടപ്പിലാക്കാൻ ഞാൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ കുടുംബത്തിന് ആത്മീയമായി ലഹരി ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിഹാരം. അവിടെയാണ് നമ്മൾ ആദ്യം പണിയെടുക്കേണ്ടത്. അതാണ് ബേസ്മെന്റ്, അതാണ് ഫൗണ്ടേഷൻ. അവിടെ ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ, സമൂഹത്തെ, പുതിയ തലമുറയെ സംരക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ബോധവൽക്കരണങ്ങൾ വിജയിക്കേണ്ടത് ആ ബോധവൽക്കരണങ്ങളെ നമ്മൾ വീടുകളിൽ കൊണ്ടുപോയി നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് ഇസ്ലാമിലെ ആത്മീയമായൊരു ഫൗണ്ടേഷൻ അവർക്ക് നിർമ്മിച്ചു കൊടുത്താൽ അവർ ഏതു രാജ്യത്ത് പോയാലും അവരുടെ ഉള്ളിൽ ആത്മീയതയുടെ സംരക്ഷണ വലയമുണ്ടായിരിക്കും. അവർക്കൊരിക്കലും പടച്ച റബ്ബിന്റെ പരിധി വിട്ടു പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള നിയന്ത്രണമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എല്ലായ്പ്പോഴും മരണം വരെ കുട്ടികളുടെ പിറകെ നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ കുട്ടികളെ സ്വയം നിയന്ത്രിതരാകുന്ന രീതിയിലുള്ള ആത്മീയ സന്നാഹങ്ങളെ ഉണ്ടാക്കി കൊടുക്കണം. ആ ആത്മീയ സന്നാഹങ്ങൾ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കണം. കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്ന പതിവുണ്ടാകണം. ഒരുമിച്ചിരുന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു മജ്‌ലിസ് ഒരുമിച്ചിരുന്ന്, ആരെയും വിളിക്കണ്ട, ഉമ്മയും ഉപ്പയും മക്കളും ഒരുമിച്ചിരുന്നാൽ മതി. അല്പം സ്വലാത്ത് ചൊല്ലി, അല്പം മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ഓതി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതി ദുആ ചെയ്യണമെന്ന കാര്യം. ഉപ്പ തന്നെ ദുആ ചെയ്യട്ടെ, ഉമ്മ തന്നെ ദുആ ചെയ്യട്ടെ, മലയാളത്തിൽ തന്നെ ദുആ ചെയ്യട്ടെ.
അതിങ്ങനെ ദുആ ചെയ്യുമ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി ഉപ്പയും ഉമ്മയും ദുആ ചെയ്യുന്ന ആ നൊമ്പരത്തിന്റെ വാക്കുകൾ മരിക്കുവോളം കുട്ടിയുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകില്ല. അവൻക്കൊരിക്കലും ഉമ്മ ഇഷ്ടപ്പെടാത്ത ഉപ്പ ഇഷ്ടപ്പെടാത്ത വഴിയിലേക്ക് നടക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അറിയാതെ എപ്പോഴെങ്കിലും ഉപ്പാക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴേക്ക് മനമുരുകിയ നൊമ്പരപ്പെടുന്ന കണ്ടമിടറിയ ഉപ്പാന്റെ ദുആ അവന്റെ കാതിൽ അലക്കും. അതൊരിക്കലും അവനെ തെറ്റിലേക്ക് നയിക്കാൻ അവനെ പ്രേരിപ്പിക്കാതിരിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ പിൻബലങ്ങളാണ്. അങ്ങനെയുള്ള ആത്മീയമായ സന്നാഹങ്ങൾ കുടുംബങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ മക്കളെ ആദ്യം നമ്മൾ ഇസ്ലാമിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ ഭാര്യയെ, മക്കളെ, കുടുംബത്തെ ഇസ്ലാമിക അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഓരോരുത്തരും പ്രതിജ്ഞയെടുത്താൽ നമ്മുടെ നാട് ശാന്തമാകും. ഒരു നാട്ടിൽ ലഹരിയുടെ വ്യാപനമുണ്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ താമസിക്കുന്ന 1000 ആളുകളുണ്ടെങ്കിൽ എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടു എന്നല്ല അർത്ഥം. 1000 പേർ താമസിക്കുന്ന ഇടത്ത് ഒരു ലഹരിയുടെ ഉപഭോക്താവ് ഉണ്ടായാൽ മതി, ഒരാളുണ്ടായാൽ മതി. ആ നാട് മുഴുവൻ അതിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരും. സമൂഹം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഒരാൾ സാമ്പത്തികമായി ഹറാമിന്റെ വിഭവങ്ങളും വിതരണം ചെയ്യുന്ന ഒരാളുണ്ടായാൽ മതി, അതിലേക്ക് ധാരാളം ആളുകൾ ചെന്നു ചേരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകളെ സാമൂഹ്യ വിരുദ്ധമായ പരിപാടിയായിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെ തന്നെയാണ് കാണേണ്ടത്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക്, കുടുംബത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിഷം കൊണ്ടുവന്നു കൊടുത്താൽ നമ്മൾ അയാൾ വെറുതെ വിടുമോ? നമ്മൾ അയാളെ കൈകാര്യം ചെയ്യില്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടിയുടെ ജീവൻ അപായപ്പെടുത്തുമെന്ന കാര്യം കൊണ്ടാണ്. എന്നതുപോലെ ഒരു നാടിന്റെ സംസ്കാരത്തെയും കുടുംബത്തെയും അവിടുത്തെ സുസ്ഥിരതയെയും തകർക്കുന്ന സൈലന്റ് കില്ലർമാരാണ് നമ്മുടെ നാട്ടിൽ ലഹരിയുടെയും അതുപോലത്തെ ഹറാമായ വിഭവങ്ങളുടെ ഉപാസകരായ ആളുകൾ. നമ്മൾ അതിന് ജാഗ്രതയോടുകൂടി ഒരുമിച്ചിരുന്ന് ഒരു മെയ്യോടെ, ഒരു മനസ്സോടെ, ഐക്യത്തോടുകൂടി നമുക്കതിനെതിരെ മുന്നേറാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ തലമുറയെ സംരക്ഷിക്കാം. നമ്മുടെ ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തമാണ് മഹല്ല് കമ്മിറ്റി നിർവഹിക്കുന്നത്. അതിൻ്റെ കൂടെയാണ് നിങ്ങളെല്ലാവരും സഹകരിക്കുന്നത്. ഒരുമിച്ച് നമുക്ക് നമ്മുടെ തലമുറയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.